ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ ചെയ്യാമെന്ന് കരുതി ചേനപ്പിണ്ടി തോരനാണ് ഇന്ന് വെക്കുന്നത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വിളവെടുത്ത ചേനയിൽ ഒരെണ്ണം നമ്മൾ മറന്നുപോയി എടുക്കാം. കാരണം അതിൻ്റെ തണ്ടെല്ലാം ഒടിഞ്ഞ് അഴുകിപ്പോയതുകൊണ്ട് അവിടെ ഒരു ചേന നട്ടെന്നുള്ള കാര്യം നമ്മളങ്ങ് മറന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം അത് വീണ്ടും കിളിച്ചു വന്നു. അങ്ങനെ അതിൻ്റെ ചേനപ്പിണ്ടി നമ്മൾ 2 ദിവസം മുമ്പേ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഏകദേശം ഒരു 3 ദിവസം നമുക്ക് തോരൻ വെക്കുന്ന രീതിയിലുണ്ട്. ആകെ 2-3 അംഗങ്ങളുള്ള വീട്ടിലാകുമ്പം ഒരു 3 ദിവസം തോരൻ വെക്കുന്ന രീതിയിലുള്ള പിണ്ടി നമുക്ക് കിട്ടി. അപ്പോൾ ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. അതുമല്ല, കർക്കിടക മാസമാണ്. കൂടുതലും നമ്മൾ കർക്കിടക മാസത്തിൽ ഇതുപോലുള്ള ചേനപ്പിണ്ടി, വാഴപ്പിണ്ടി തോരൻ, ഇലക്കറികൾ, എട്ടങ്ങാടി പുഴുക്കുകൾ, ഇതൊക്കെ നമ്മൾ സാധാരണ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്നാന്ന് വിചാരിച്ചെന്നാൽ ഇന്നൊരു ചേനപ്പിണ്ടി തോരനായിട്ടെ, സൺഡേ സ്പെഷ്യലായിട്ടൊന്ന്. ആ ഫോട്ടോയിൽ നമ്മളൊരു സവോള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സവോള കൊത്തിയരിഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയത്തില്ലായിരുന്നു സവോള ഇടത്തിടല്ല എന്നുള്ള കാര്യം. അമ്മൂമ്മ അപ്പോൾ പറഞ്ഞു സവോള അല്ല ഇടേണ്ടത്, വെളുത്തുള്ളി ഇടുന്നതാണ്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയാണ് സവോളയ്ക്ക് പകരം നമ്മൾ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തത്. പിന്നെ അതുപോലെ ചീനിച്ചട്ടി വെച്ചു, എണ്ണ തിളച്ചു, അത് കഴിഞ്ഞിട്ട് കടുക് ഇട്ടു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതും വെക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെ ഉണ്ട്. കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സാധാരണ എല്ലാവരും ഇതിൻ്റെ കൂട്ടത്തിൽ പയറ് പുഴുങ്ങിയിടാറുണ്ട്, തൂരപ്പരിപ്പ് ഇടാറുണ്ട്, അങ്ങനെ ഇടാറുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് ഉഴുന്നാണ് ഇട്ടത്. ഉഴുന്ന് വറുത്തിടാമെന്ന് കരുതി. എനിക്ക് പയറ് പുഴുങ്ങിയിടുന്ന, ചെറുപയർ പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി തുവരയിട്ട് നമ്മൾ സാമ്പാർ വെച്ചതുകൊണ്ട് തൂരപ്പരിപ്പ് ഇട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ ഇടുക. അതിനകത്ത് 2 കറിവേപ്പിലും കുറച്ച് വറ്റൽമുളകും പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങാപ്പീര ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു. ഇച്ചിരി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അതിനോട്ട് ഇച്ചിരി ജീരകവും ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തേക്കുവാണ് കേട്ടോ. അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേന പിണ്ടി ഇടാൻ പോയത്. കാരണം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും 2 രീതി ചെയ്യും. ഒരുമിച്ചിട്ട് ഇളക്കി വെക്കുന്നവരുണ്ട്, ആദ്യം ഇതിൻ്റെ അരപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വെക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2ആയിട്ട് ഇങ്ങനെയാണ് ഇട്ടത്. അതിനകത്ത് 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു 2-3 കറിവേപ്പിലൊക്കെ ഇട്ടു. എന്നിട്ട് ഒരു തുള്ളി വെള്ളം തൊട്ടിട്ടില്ല. കാരണം ഓൾറെഡി ചേനപ്പിണ്ടി കഴുവേപ്പ് അതിനകത്ത് നിറച്ച് വെള്ളമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അടച്ച് നന്നായിട്ട് ആവി, ലോ സ്ലിമ്മിലിട്ടൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കേട്ടോ. അങ്ങനെ ഇതേണ്ട ഇങ്ങനെ ആവി കയറ്റാൻ വെച്ചേക്കുവാണ്. അത് ലോ സ്ലിമ്മിലാണ് ഇട്ട്, സ്ലിം തീടാവൂ അത്രയേ ഉള്ളൂ. കാരണം വെള്ളം പോലും വെച്ചിട്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് കയറി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഈർപ്പം അതിനകത്തുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് ചിക്കി കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചിക്കി കൊടുക്കണം. പക്ഷേ ഇതിൻ്റെ മണം നല്ല മണമായിരുന്നു. കാരണം ഉഴുന്ന് വറുത്ത് അത് തോരനുമായിട്ടൊക്കെ ചേരുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, നല്ല മണമാണ്. അതിൻ്റെ കൂട്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമുക്ക് തോരൻ മാത്രം മതി, തോരൻ ചോറിട്ട് നല്ല രീതിയിൽ കഴിക്കാം. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ഇതായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പെട്ടെന്ന് തന്നെ ഒന്ന് കൊത്തിയരിഞ്ഞ് എടുക്കുന്ന പാടേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഇത് ഇട്ടാണ് ചോറുണ്ടത്.